അതിൻ്റെതായ ആ വീര്യം കെട്ടടങ്ങുമ്പോൾ അവൻ 10 മടങ്ങ് വീണ്ടും നിരാശയിലേക്ക് കൂപ്പുകുത്തുകയാണ്. കേവലം 3-4 മണിക്കൂർ നേരത്തേക്കുള്ളതായ ഒരു സുഖത്തിന് വേണ്ടിയാണ് നമ്മൾ മദ്യപിക്കുന്നത്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത്. അതിൻ്റെതായ കാര്യങ്ങൾ കഴിയുമ്പോൾ വീണ്ടും അവൻ നിരാശയുടെ പടുകുഴിയിലേക്ക് താണു പോകുന്ന അവസ്ഥയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇവിടെ മദ്യശാലകൾ, വിപണശാലകൾ അടിക്കടി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്? മനുഷ്യനിൽ സ്വസ്ഥതയില്ലാത്തത് കൊണ്ടാണല്ലോ, സമാധാനമില്ലാത്തത് കൊണ്ടാണല്ലോ. അതേ, ഈ സമാധാനം എന്ന 4 വാക്ക് നമ്മൾക്ക് ഹൈപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലോ വാങ്ങിക്കാൻ കിട്ടുന്ന വസ്തുവല്ല. അങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്നൊരു വസ്തു ആയിരുന്നെങ്കിൽ ഇന്ന് ഒരൊറ്റ ആളും ആത്മഹത്യ ചെയ്യില്ലായിരുന്നു, പ്രത്യേകിച്ച് ധനവന്മാർ ആരും. കാരണം ഇന്ന് ലോകത്തിൽ 99% പേരും എനിക്ക് സമാധാനമില്ല, എനിക്ക് സന്തോഷമില്ല എന്ന് പറഞ്ഞടക്കുന്നവരെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പല സ്ഥലത്തും കടന്നുവന്ന് ഇതുപോലതായ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പലരും കുടിച്ച് സുബോധം നഷ്ടപ്പെട്ടവരായി കടന്നു വന്നവർ പറയും, സാറേ എനിക്ക് സമാധാനമില്ല, എനിക്ക് സന്തോഷമില്ല, ഞാൻ എന്ത് ചെയ്യണം എന്ന് നിലവിളിക്കുന്ന അനേകരെ നമുക്ക് ഈ ലോകത്തിൽ കാണുവാൻ തക്കവണ്ണം കഴിയും. എന്ന് കേൾക്കുന്ന മാനസുഹൃത്തെ, നമുക്ക് മദ്യപാനം അല്ലെങ്കിൽ മദ്യപിച്ചുകൊണ്ടോ ഒരാൾ മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ടോ ഒരാൾ പോലും ഇന്ന് രക്ഷപ്പെട്ടിട്ടില്ല. അവൻ നശിച്ചു പോയിട്ടേ ഉള്ളൂ. മദ്യപാനം കൊണ്ട് രക്ഷപ്പെട്ട ഒരാളെയും ആർക്കെങ്കിലും കാണിച്ചു തരാൻ കഴിയുമോ? ഒരിക്കലുമില്ല. കാരണം അനേക കോടീശ്വരന്മാർ, ലക്ഷപ്രഭുക്കൾ എല്ലാം നഷ്ടപ്പെട്ട് പാപ്പരായി റോഡിൽ അലിഞ്ഞു നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എനിക്ക് പറയുവാനായിട്ടുള്ളത്, ദൈവികമായ സമാധാനം കൊണ്ട് തങ്ങൾ നിറയ്ക്കണമെങ്കിൽ സാക്ഷാൽ സമാധാനത്തിൻ്റെ പ്രഭുവായ യേശുവിനെ ഈ ലോകത്തിലേക്ക് ദൈവം അയച്ചിട്ടുണ്ട്. ആ യേശു ക്രിസ്തുവിനെയാണ് ഞങ്ങൾക്ക് ഉയർത്തുവാൻ കഴിയുന്നത്. കാരണം ആ യേശു ക്രിസ്തുവാണ് ഞങ്ങളെ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നത് അദ്ദേഹമാണ്. വേറെ ആർക്കും എന്നെ രക്ഷിക്കുവാൻ, എന്നെ ഈ മദ്യപാനത്തിൽ നിന്നും ഈ മയക്കുമരുന്ന് ഉപയോഗത്തിൽ നിന്നും വിടുവിപ്പാൻ ഒരാൾക്ക് പോലും കഴിഞ്ഞില്ല. പലരും വന്ന് എന്നെ ഉപദേശിച്ചെങ്കിൽ തന്നെയും അവരുടെ ഉപദേശങ്ങളെല്ലാം ഞാൻ അവഗണിച്ച് പോവുകയാണ് ചെയ്തത്. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ വചനങ്ങൾ എൻ്റെ ഹൃദയത്തിലേക്ക് ആഴമായി അത് പതിവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അതുകൊണ്ടാണ് ഞാൻ ജനിച്ച് വളർന്ന ഈ സ്വദേശത്ത് വന്നുകൊണ്ട് എനിക്കെൻ്റെ സാക്ഷ്യങ്ങൾ പുസ്തകം ഇടയായിത്തീർന്നത്. ഈ വരിയിലുള്ള 37-ാം നമ്പർ വീട്ടിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ഏകദേശം 56-58 വർഷക്കാലം ഞാൻ ഈ ദേശത്താണ് വളർന്നത്. ഒരുപക്ഷെ ഒട്ടുമിക്ക ആൾക്കാർക്കും എന്നെ അറിയില്ലായിരിക്കും, കാരണം പുതിയ പുതിയ വീടുകളെല്ലാം അവിടെ ഉയർന്നു കഴിഞ്ഞു. എന്നാൽ പഴയ വീട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരുപക്ഷെ എന്നെ അറിയാം. മടത്തുംപടി റാഫേൽ എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇവിടെ അറിയാം. അന്നൊന്നും ഇവിടെ വീടുകളില്ലായിരുന്നു, ഇവിടെ വെറും കണ്ടങ്ങളായിരുന്നു. എന്നാൽ ഇന്ന് വീടുകൾ നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് പറയുവാനായിട്ടുള്ളത്, യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം താങ്കളെയും തേടി വരും. എന്നെ തേടി വന്നപ്പോൾ നിങ്ങളെയും തേടി വരുവാൻ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നുണ്ട്. എന്ന് കേൾക്കുന്ന മാന്യമിത്രമേ, താങ്കളെ യേശു ക്രിസ്തു സ്നേഹിക്കുന്നുണ്ട്. താങ്കൾ വിചാരിക്കാം എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ കരുതുന്നില്ല എന്നെല്ലാം താങ്കൾ ഒരുപക്ഷെ കരുതുമായിരിക്കാം. എന്നാൽ താങ്കളെ യേശു ക്രിസ്തു സ്നേഹിക്കുന്നുണ്ട്, തീർച്ചയായും സ്നേഹിക്കുന്നുണ്ട്. ആ യേശു ക്രിസ്തു ഇന്നും താങ്കളെ സ്നേഹിക്കുന്നു. താങ്കൾ ഒരുപക്ഷെ കഠിന പാപങ്ങൾ ചെയ്ത വ്യക്തിയായിരിക്കാം, ഒരുപക്ഷെ താങ്കൾ വ്യഭിചാരം ചെയ്ത വ്യക്തിയായിരിക്കാം, കൊലപാതകം ചെയ്ത വ്യക്തിയായിരിക്കാം. ആരുമായിരുന്നു കൊള്ളട്ടെ, യേശു ക്രിസ്തു താങ്കളെ സ്നേഹിക്കുന്നു. താങ്കൾ ഒന്നു മാത്രം ചെയ്യണം, തങ്ങളെ പിൻപിലുള്ളതെല്ലാം വിട്ടുകളഞ്ഞ് പുതിയതായ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു ക്രിസ്തു താങ്കളുടെ എല്ലാ തെറ്റുകളും എല്ലാം ക്ഷമിക്കുവാൻ തക്കവണ്ണം ദൈവം ഇന്ന് ശക്തനായി തന്നെ നമ്മുടെ മുമ്പിൽ ആയിരിക്കുന്നുണ്ട്. എന്നാൽ നാം ചെയ്ത തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചാൽ ഒരുപക്ഷെ താങ്കൾക്ക് രക്ഷപ്പെടുവാൻ കഴിയില്ല. കാരണം ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് തീർച്ചയായും രക്ഷപ്പെടാൻ കഴിയില്ലായിരുന്നു. എന്നാൽ
എൻ്റെ 35-ാമത്തെ വയസ്സിൽ എന്നെ ദൈവം തൊട്ടു എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയും. ആ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് എന്നെ ഇവിടെ നിൽപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. ഇല്ല എങ്കിൽ ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പേ ഈ ലോകത്തു നിന്നും മരിച്ചു പോകേണ്ട ഒരു വ്യക്തിയായിരുന്നു. അത് ആത്മഹത്യ ചെയ്ത് അല്ലെങ്കിൽ സ്വയമായി മരിച്ചു പോകേണ്ട വ്യക്തിയായിരുന്നു. അത്രമാത്രം മയക്കുമരുന്ന് ഉപയോഗിച്ചു. അത് മദ്യപാനത്തിന് അടിമയായിത്തീർന്നുകൊണ്ട് ഈ ദേശത്തെല്ലാം ഞാൻ ആത്മഹത്യ നടന്നു. എന്നാൽ ഒരാൾക്ക് പോലും എന്നെ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു നേരിട്ട് ഇറങ്ങി വന്ന്, അതേ മകനെ, നീ എങ്കിലേക്ക് തിരിയുക, ഞാൻ നിന്നെ സഹായിക്കാം എന്നുള്ളതായ ദൈവത്തിൻ്റെ ആ മാറ്റമില്ലാത്ത വചനങ്ങൾ എന്നെ ശക്തീകരിക്കുകയും എന്നെ ബലപ്പെടുത്തുകയും ചെയ്തു. ദൈവത്തിന് വചനം പറയുന്നുണ്ട്, മകനെ, നീ ഭയപ്പെടേണ്ട, നീ ഭ്രമിച്ചു പോകേണ്ട, നീ എന്നെ വിശ്വസിക്കുക, എന്നാൽ ഞാൻ നിന്നോട് കൂടെയിരിക്കും എന്ന് പറഞ്ഞവനായ ദൈവം എന്നോട് കൂടെയിരുന്നു. അതേ 35 വർഷത്തിന് ശേഷം എൻ്റെ ജീവിതം വളരെയധികം അനുഭവമായി തീർന്നു. അതെനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ടായി. അവരെല്ലാം നല്ല നിലയിൽ തന്നെ അവർ ജീവിക്കുന്നു. ഭാര്യയെ തന്നു. അങ്ങനെ ഈ ദേശത്ത് എനിക്ക് അവരുടെ മുമ്പിൽ എനിക്ക് ഉയരുവാൻ കഴിയില്ല എങ്കിൽ തന്നെയും ദൈവം എന്നെ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ വചനം അത് പറയുന്നു, ഞാൻ തന്നെ വഴിയും, ഞാൻ തന്നെ സത്യവും, ഞാൻ തന്നെ ജീവനുമാകുന്നു. എന്മൂലമല്ലാതെ ആരും അത് യേശു പിതാവിനെ കാണുവാൻ തന്നെ തക്കവണ്ണം കഴിയില്ല. അത് വീണ്ടും ദൈവത്തിന് വചനം പറയുന്നു, മനത്തോടിയിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യമത്രേ. അത് ഞാനും ഒരു മൃഗത്തിന് തുല്യമായി ജീവിച്ച വ്യക്തിയായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ തേടി വന്നു. അത് യേശു ക്രിസ്തു പിന്നെയും പറയുന്നു, ഞാൻ തന്നെ യേശു ക്രിസ്തുവിനെ താൻ രക്ഷിക്കപ്പെടുവാൻ ഈ ലോകത്തിൽ നമ്മൾക്ക് അത് ആകാശത്തിന് കീഴിൽ അത് യേശു ക്രിസ്തു നാമമല്ലാതെ വേറൊരു നാമമില്ല. അനേക നാമങ്ങൾ ഇന്ന് ലോകത്തിലുണ്ടെങ്കിൽ തന്നെയും യേശു ക്രിസ്തുവാണ് ഏക രക്ഷിതാവ്, ഏക മധ്യസ്ഥൻ, ഏക ദൈവം. യേശു ക്രിസ്തു ഒരുവൻ മാത്രമേ ഉള്ളൂ. നമ്മളെ രക്ഷിപ്പാൻ, നമ്മളെ സഹായിപ്പാൻ കഴിവുള്ളവനായ ഒരു ദൈവം യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തു എന്നൊക്കെ 2000 വർഷങ്ങൾക്ക് മുമ്പ് യെരുശലേമിലെ പലസ്തീനിലെ മധ്യസ്ഥാനമായ യെരുശലേമിലെ താൻ അത് കേവലം ഒരു മനുഷ്യനായി ഭൂജാതനായി എന്തിനു വേണ്ടിയാണ്? മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിണതഫലം ഏറ്റെടുത്തുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ആ കാൽവരി കൊലമരത്തിൽ താൻ 3 ആണിന്മേൽ തൂക്കപ്പെട്ടവൻ, അതേ 3 ആണികൾ തൂക്കപ്പെട്ടവനായി താൻ തന്നെ തൂക്കിക്കൊല്ലുവാൻ തൊക്കെ ഇടയായിത്തീർന്നു. ആ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. തന്നെ അടക്കി 3-ാം നാൾ എഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്തുവശത്ത് ഇരുന്നുകൊണ്ട് അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ആ യേശു ക്രിസ്തു ഇന്നും നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്, ആ ജീവിക്കുന്ന ദൈവമാണ്. ഇന്നും അതേ പലസ്തീനിൽ അല്ലെങ്കിൽ യേശുവിൽ കടന്നുപോയാൽ അവിടെ അനേക വിശുദ്ധമായ ശവക്കല്ലറ അടഞ്ഞിടക്കുമ്പോൾ യേശു ക്രിസ്തു ശവക്കല്ലറ അവിടെ തുറന്നു കിടക്കുകയാണ്. അവിടെ ഇപ്രകാരം എഴുതി വെച്ചിട്ടുണ്ട്, അവൻ ഇവിടെയില്ല, അവൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയിരിക്കുന്നു. പോലെ അവൻ വീണ്ടും തിരിച്ചു വരും. അതേ ഈ കാലഘട്ടത്തെ AD എന്നും BC എന്ന് വേർതിരിച്ച ആ യുഗപുരുഷൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. വേറെ ആർക്കും യേശു ക്രിസ്തു അത് ദൈവമാണെന്ന് അംഗീകരിക്കണമെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ആ ദൈവത്തിന് 3 ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ഒന്ന്, മരിച്ച് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും മരിക്കാത്തവനായിരിക്കണം. രണ്ടാമത് അവൻ സർവ്വവ്യാപിയായിരിക്കണം. മൂന്നാമത് അവൻ സർവശക്തനായിരിക്കണം. അത് നാലാമതായിരിക്കുന്നത് അവൻ സർവത്തിൻ്റെയും അധിപനായിരിക്കുന്നു. ആ ദൈവത്തെയാണ് ദൈവമെന്ന് അംഗീകരിക്കാൻ നമുക്ക് കഴിയുള്ളൂ. അല്ലാതെ നമുക്ക് ഈ ലോകത്തിൽ അനവധി ദൈവങ്ങളുണ്ട്, എന്നാൽ യേശു ക്രിസ്തു മാത്രമാണ് ഏക സത്യ ദൈവം എന്ന് എനിക്ക് ഞാൻ ജയിച്ച എൻ്റെ നാട്ടിൽ വന്ന് വിളിച്ചു പറയാൻ തൊക്കവണ്ണം എനിക്ക് സഹായിച്ചു. എൻ്റെ ശിഷ്ടകാലങ്ങളിൽ എനിക്കൊന്നും അങ്ങനെ ചെയ്യുവാനോ പ്രവർത്തിക്കാനോ കഴിഞ്ഞില്ല. എന്നാൽ ദൈവം ഇന്ന് അങ്ങനെ ഒരു സമയം എനിക്ക് ഒരുക്കി തന്നു. അത് ഈ ദേശവാസികളോട് ഞങ്ങൾക്ക് വളരെയധികം സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്. എന്നെ സ്നേഹിച്ചവരുണ്ട്, എന്നെ ദേഷിച്ചവരുണ്ട്, എന്നെ ചീത്ത പറഞ്ഞവരുണ്ട്, എന്നെ ഉപദേശിച്ചവരുണ്ട്. എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ഈ ദേശത്തോർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ഒരു ദേശത്തോർത്ത് പ്രാർത്ഥിപ്പാൻ നിങ്ങൾ കടപ്പെട്ടവരാണ്. കാരണം ഈ ദേശമാണ് എന്നെ രക്ഷയിലേക്ക് കൊണ്ടുവന്നത്. അല്ല എങ്കിൽ ഈ ദേശത്ത് കടന്നു പോയാലും ഒരുപക്ഷെ വേറെ വിധത്തിലായിരിക്കാം ഞാൻ രക്ഷിക്കപ്പെടുന്നത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിലേക്ക് നേരിട്ട് ഇറങ്ങി വന്നു, ഇടപെട്ടു. ഇന്ന് ദൈവത്തിൻ്റെ മകനായി നിൽപ്പാൻ, ദൈവത്തിൻ്റെ ഒരു സാക്ഷിയായി നിൽപ്പാൻ എന്നെ സഹായിച്ച ആ ദൈവത്തിൻ്റെ ആ വലിയ കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ദീർഘിപ്പിക്കുന്നില്ല. ചിലർക്കെല്ലാം കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ വളരെയധികം അലർജി
പ്രശ്നവും പ്രയാസങ്ങളെല്ലാം ഉണ്ട്. എന്നാൽ നമ്മുടേതായ ഒരാൾ നശിച്ചുപോയാൽ ആർക്കും പ്രയാസമില്ല. എന്നാൽ ഒരാൾ അത് രക്ഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ നന്നാകുന്നത് ഇന്നത്തെ ലോകത്തിന് അത് ഇഷ്ടമല്ല. അത് എൻ്റെ കാലത്ത് അത് തന്നെയായിരുന്നു. ഞാൻ തീരെ മദ്യപാനിയും മയക്കുമരുന്ന് ഉപയോഗിച്ച് വ്യക്തിയായി ആയിരുന്നപ്പോൾ എന്നെ സ്നേഹിപ്പാൻ, എന്നെ ആദരിപ്പാൻ പലരും ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കർത്താവിൻ്റെ മകനായി തീർന്നപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം എന്നെ വിട്ടുപോയി. അത് ഞാൻ ഏകനായി തീർന്നു. എങ്കിലും കർത്താവ് എന്നോട് കൂടെ ഇരുന്ന് സഹായിച്ചു. എൻ്റെ ഈ 67-68 വയസ്സ് വരെയും കർത്താവായ യേശു ക്രിസ്തു എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതുവരെയും കർത്താവിനെ സാക്ഷിയാകുവാൻ അനേക സ്ഥലം കടന്നുപോയി കർത്താവിനെ സാക്ഷിയായി തീരുവാൻ ദൈവം എന്നെ സഹായിച്ചു. ആ കൃപകൾക്കായി സ്തോത്രം ചെയ്യാണ്. ഇത്രയും സമയം അത് ദൈവത്തിൻ്റെ വചനം, അത് എൻ്റെ സാക്ഷ്യങ്ങൾ ചെറുതായിട്ടെങ്കിലും പറയുവാൻ എന്നെ സഹായിച്ചുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുന്നു. കേട്ട എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ ഞങ്ങൾ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകളെ ഇവിടെ നിർത്തുന്നു. സീതാറാം ഒളരി എന്ന ഈ ദേശത്ത് 37-ാം നമ്പർ ഭവനത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട റാഫേൽ എന്ന് പറഞ്ഞ വ്യക്തി തൻ്റെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഉണ്ടായ അത്ഭുത സാക്ഷ്യത്തെയും രക്ഷയെപ്പറ്റിയും താൻ ജനിച്ചു വളർന്ന് 58 വർഷം ജീവിച്ച് സമൂഹത്തിന് ബാധ്യതയായിരുന്ന ഈ ദേശത്ത് തന്നെ താൻ സ്വഭാവ രൂപാന്തരം സംഭവിച്ച് തന്നെ വിടുവിച്ച ദൈവത്തെ ഉയർത്തുവാൻ കടന്നു വന്നു. ഈ ദേശത്ത് തന്നിലൂടെ മുഴങ്ങിക്കേട്ട ഈ ശബ്ദം ഈ ദേശത്തെ അനുഗ്രഹിക്കട്ടെ. അനേക രാഷ്ട്രീയ പാർട്ടികളുടെ പ്രഭാഷണം ഈ തെരുക്കോണിൽ വളരെയധികം ഉച്ചഭാഷണിയിലൂടെ കേട്ടിട്ടുണ്ട്. ഉത്സവങ്ങളുടെയും കൺവെൻഷനുകളുടെയും ഒക്കെ ശബ്ദം ഈ തെരുവീതിയിൽ മുഴങ്ങിയിട്ടുണ്ട്. ആർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ വണ്ണം അവർ ഈ തെരുക്കോണിൽ ഫേക്ക് പ്രോമിസ്, വ്യാജ ഉറപ്പുകൾ നൽകിപ്പോയി. എന്നാൽ ഇന്ന് ഇവിടെ ഘോഷിക്കപ്പെട്ടത് സത്യസുവിശേഷത്തിൻ്റെ വ്യക്തമായ തെളിവാണ്. മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന അത്ഭുത സ്നേഹം. ആ സ്നേഹം റാഫേലിൽ സംഭവിച്ചത് ഈ ദേശത്ത് നിന്ന് പുതുതായി വന്ന് താമസിക്കുന്ന ആൾക്കാരുടെ ഹൃദയങ്ങളിലും അത് അനുഭവത്തിലേക്ക് കടന്നു വരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദേശത്തെ അനുഗ്രഹിക്കുന്നു. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ മാനവകുലത്തിൻ്റെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്താൽ ഈ ദേശത്തെ ഓരോ ഭവനങ്ങളെയും ഇതിനുള്ളിൽ പാർക്കുന്ന ഓരോ വ്യക്തികളെയും ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. അവരുടെ കുറവുകളെ, അവരുടെ രോഗങ്ങളെ, അവരുടെ ഭാരങ്ങളെ അപ്പൻ്റെ കരങ്ങളിൽ തരുന്നു. രോഗിക്ക് നല്ല വൈദ്യനായവൻ, പാപിയെ വിടുവിക്കുന്നവൻ, മാനസാന്തരം നൽകുന്നവൻ, അത്ഭുതങ്ങളെ ചെയ്യുന്ന നല്ല കർത്താവ്, മനുഷ്യൻ്റെ പാപത്തെ മോചിച്ച് നിത്യജീവനെ കൊടുക്കുന്ന നല്ല കർത്താവ്, ഏക സത്യ ദൈവമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ നാമം ഈ ദേശത്തെ ഐശ്വര്യമായി വിളങ്ങട്ടെ. വ്യക്തികളെ രൂപാന്തരപ്പെടുത്ത് ദേശത്തിന് വിടുതലായി തീരട്ടെ. ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് അടുത്ത ദേശത്തേക്ക് കടന്നു പോകുന്നു. അപ്പൻ്റെ മഹത്വം ഈ സീതാറാം ഒളരി എന്ന ഈ ദേശത്ത് വിളങ്ങേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.